പ്രിയപ്പെട്ട പപ്പയുടെയും മമ്മിയുടെയും റിങ്കുവിൻ്റെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ മറ്റൊരു വാഹനം കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാ അനുഗ്രഹവും ആശീർവാദവും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ മമ്മിയോട് ചേർന്നെടുത്ത സ്കോർപിയോ വാഹനത്തിൽ നമ്മൾ കൊല്ലത്തെ ഷോറൂമിലെത്തുകയും അവിടെ നിന്ന് MGയുടെ ഒരു ബാറ്ററി വാഹനം റിനു വീണ്ടും വാങ്ങി നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ. കേക്കൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വാഹനം ഒന്ന് താക്കോൽ എടുത്തതിന് ശേഷം നമ്മുടെ ലഡുവിതനമാണ് നമ്മൾ ഭാവിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സെയിൽസ്മാൻ. നമുക്ക് വണ്ടി തന്ന സൂപ്പർ സർവീസർ കേട്ടോ. നമുക്ക് ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ നമ്പർ നമ്മൾ കമൻസിൽ കൊടുത്തിരിക്കാം. ഓക്കെ. അപ്പം കൊല്ലം MG വണ്ടി എടുത്തിരിക്കുന്നത് ലൈഫ് ടൈമാണ് ബാറ്ററി വാറൻറ്റിയൊക്കെ ഉള്ളത്. അതിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. നല്ല പോസിറ്റീവ്സ് ഉണ്ട്, കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. കസ്റ്റമറിന് വേണ്ട കുറച്ച് നെഗറ്റീവ്സ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളില്ലാതെ എന്തായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് നാട് ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ അടുത്ത് ഇറക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ നമ്മൾ സ്കോർപിയോയിലും റിനു MGയിലും പോവുകയാണ്. നമ്മൾ സ്കോർപിയോ എടുത്ത് നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണ്. MGക്കകത്ത് നല്ല പാട്ടും വൈബൊക്കെ വന്ന വഴിക്ക് തന്നെ നമ്മൾ നേരെ എന്ത് ചെയ്ത് കല്ലട അപ്പൂപ്പൻ്റെ അടുത്ത് കയറി പ്രാർത്ഥിച്ചു. പള്ളിയിൽ വലമൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അത് വരുന്ന വഴിയാണ് കേട്ടോ. കടപുഴ അങ്ങനെ കല്ലട അപ്പൂപ്പൻ്റെ പള്ളി മിക്കവാറും അറിയാം. കൊല്ലം പത്തനംതിട്ട ജില്ലയിലൊക്കെ അറിയാം. കൊല്ലത്താണ്. കൊല്ലം കടപുഴ പാലത്തിനകത്ത് നിന്ന് കൊല്ലത്ത് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് പോവുക. അവിടെയാണ് കടപുഴ പള്ളി, കല്ലട അപ്പൂപ്പൻ്റെ പള്ളിയാണ്. അടിപൊളി മനോഹരമായിട്ട് അതിനകത്തിലെ പണി വെച്ചിരുന്ന കണ്ടുകൊണ്ട് നല്ല സ്റ്റൈലാണ് കേട്ടോ. അകത്ത് കയറി കാണാനൊക്കെ മധുവൊക്കെ നല്ലതാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അപ്പൂപ്പനെ ചുറ്റി വലം വെച്ച് നമ്മൾ അവിടെ നിന്ന് യാത്രയാകുകയാണ്. കല്ലട പള്ളി വന്നിട്ടുള്ള കമൻറ്റ് ചെയ്യണേ. സൂപ്പർ പള്ളി കേട്ടോ. പള്ളി പുതുക്കി എൻ്റെ മെതുവൊക്കെ കിട്ടുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു പാരീസിലൊക്കെ പോയിട്ടുള്ള ആ ഒരു വിഷ്വൽസിൻ്റെ അത് കണ്ടിട്ട് അതുപോലെ ഇരിക്കും കേട്ടോ. നമ്മൾ വണ്ടി കൊണ്ട് പള്ളിയുടെ അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇറങ്ങിയാണ്. അവിടെ നമ്മൾ നേരെ വരുന്നത് എങ്ങോട്ട് അറിയുമോ? നമ്മുടെ സ്വന്തം പള്ളിയായ കടമനാട് വലിയ പള്ളിയിലേക്കാണ്. നമ്മളിങ്ങനെ പള്ളിയുടെ അപ്പൂപ്പൻ്റെ നേരെ വന്ന് കവറിലേക്ക് പള്ളിയുടെ മുമ്പിൽ വന്ന് നമ്മൾ നമ്മുടെ MG കൊണ്ട് കയറിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പഴയ നമ്മുടെ സ്വന്തം മയിൽവാഹനമായ സ്കോർപിയോയും കൊണ്ടുവന്ന് അവിടെ അപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. നമ്മൾ വീട്ടിൽ പോകുന്നതിന് മുമ്പാണ് പള്ളിയിലൊക്കെ വന്നത് കേട്ടോ. എന്നിട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യുക, കയറി പ്രാർത്ഥന കഴിഞ്ഞ് ഈ പള്ളിയുടെ ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ മധുഹയൊക്കെയാണ്. പള്ളിയിൽ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് നമ്മുടെ പള്ളിയാണ്. സ്വന്തം പള്ളിയാണ് കേട്ടോ. അപ്പം ഈ പള്ളിയിലേക്ക് വന്നിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം. അവിടെ നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഗേറ്റ് തുറന്നിങ്ങനെ നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മുടെ റയാമ്മ കൊണ്ടുവന്ന് ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. റയാമ്മ സ്കോർപ്പിയൊക്കെ ഞങ്ങളുടെ കേട്ടോ പകുതി വന്നപ്പോൾ സ്കോർപ്പിയോ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.
വണ്ടി അകത്തേക്ക് കയറ്റുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ വണ്ടി വീടിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങനെ പുതിയ വാഹനം, നമ്മുടെ മയിൽ വാഹനം നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്രകളിലെല്ലാവരും ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുക. നല്ലൊരു യാത്രാ ആശംസകൾ നൽകുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കേ.